യോഹന്നാന്റെ സുവിശേഷം അതിൻ്റെ 4-ാം അധ്യായം അതിൻ്റെ 21, 22, 23 വാക്യങ്ങൾ വായിക്കപ്പെടുന്നു. ശ്രദ്ധിക്കുക. യേശു അവളോട് പറഞ്ഞത്, സ്ത്രീയെ, എൻ്റെ വാക്ക് വിശ്വസിക്കാം. നിങ്ങൾ പിതാവിനെ നമസ്കരിക്കുന്നത് ഈ മലയിലുമല്ല യെരുശലേമിലുമല്ല എന്നുള്ള നാഴിക വരുന്നു. അപ്പൊ യേശു ഒരു പ്രത്യേക നാഴികയെ കുറിച്ച് പറയുക. ആരെ ആരാധിക്കുന്നതാണെന്ന് നോക്കിയേ, ദൈവത്തെ ആരാധിക്കുന്ന കാര്യമല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ പിതാവിനെ അഥവാ അപ്പായെ ആരാധിക്കുന്ന ഒരു നാഴിക വരുന്നു. അടുത്ത വാക്യം പറയാണ്, വായിച്ചേ. നിങ്ങൾ അറിയാത്തതിനെ നമസ്കരിക്കുന്നു, ഞങ്ങളോ അറിയുന്നതിനെ നമസ്കരിക്കുന്നു. രക്ഷ യഹൂദന്മാരുടെ ഇടയിൽ നിന്നല്ലോ വരുന്നത്. സത്യ നമസ്കാരികൾ പിതാവിനെ സത്യ നമസ്കാരികൾ, ട്രൂ വർഷിപ്പേഴ്സ്. അപ്പൊ വർഷിപ്പിൽ രണ്ട് ഭാഗങ്ങളുണ്ട്, അല്ലെ രണ്ട് തരക്കാരുണ്ട്. ട്രൂ വർഷിപ്പർ എന്നൊരു വർഷിപ്പർ ഉണ്ടെങ്കിൽ അപ്പൊ ഫോൾസ് വർഷിപ്പർ എന്നും ഒരു വർഷിപ്പർ ഉണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. ട്രൂ വർഷിപ്പർ എന്നൊരു വർഷിപ്പർ ഉണ്ടെങ്കിൽ ഫോൾസ് വർഷിപ്പർ എന്നൊരു വർഷിപ്പറും ഉണ്ട്. ഹല്ലേലൂയ. അല്ലെങ്കിൽ യേശു വെറും വർഷിപ്പർ എന്നേ പറഞ്ഞു കാണത്തുള്ളൂ. പക്ഷെ ഇവിടെ പറയുക ട്രൂ വർഷിപ്പർ. എന്താ ട്രൂ വർഷിപ്പർക്കും ഫോൾസ് വർഷിപ്പർക്കും തമ്മിലുള്ള വ്യത്യാസം? യേശു ഇങ്ങനെ പറഞ്ഞു, ഈ ജനം ആദരം കൊണ്ട് എന്നെ സ്തുതിക്കുന്നു, പക്ഷെ അവരുടെ ഹൃദയമോ എന്നെ വിട്ട് വളരെ ദൂരെ ഇരിക്കുന്നു. ഇന്ന് ഈ മീറ്റിംഗ് ഈ സൂമിൽ കൂടെ കാണുമ്പോൾ, ഇത് കേൾക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ഫിസിക്കലി പ്രസന്റ് ആയിരിക്കും, പക്ഷെ നിങ്ങളുടെ ഹൃദയം എവിടെയാണെന്നുള്ളത് അപ്പൻ നോക്കിക്കൊണ്ടിരിക്കുക. നോ, വർഷിപ്പിന്റെ ഇമ്പോർട്ടൻസ് ഞാൻ പറയാം. വർഷിപ്പ് എവിടെയാ? ട്രൂ വർഷിപ്പ് ഈസ് ഇൻസൈഡ്. ഇവിടെയാണ് ട്രൂത്ത് വേണ്ടിയത്. അതുകൊണ്ട് അപ്പനെ ആരാധിക്കുന്നവർ, വായിച്ച അടുത്ത ആ ഭാഗം വായിച്ച് 23-ാമത്തെ വാക്യം വായിച്ച്. സത്യ നമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും. സോ ഇൻ സ്പിരിറ്റ് ആൻഡ് ഇൻ ട്രൂത്ത്. ആ സത്യത്തിൽ ആരാധിക്കണം, ആത്മാവിൽ ആരാധിക്കണം, സ്പിരിറ്റിൽ ആരാധിക്കണം, അപ്പോൾ തന്നെ സത്യത്തിൽ ആരാധിക്കണം. സോ സത്യത്തിൽ ആരാധിക്കുക എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എന്നാ പറയുന്നത്, ജെന്യൂനിറ്റി ഹൃദയത്തിലാണ്. പുതിയ നിയമത്തിൽ, അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, പുതിയ നിയമത്തിലെ ആരാധനക്കാർ അവരൊരു മലയിൽ പോയി ആരാധിക്കുന്നവരല്ല. അതുകൊണ്ട് തന്നെയാണ് ഇതെനിക്കൊരു സദ്വർത്തമാനം പറയാനുണ്ട്. ഒരുപക്ഷെ നമുക്ക് ആരാധന സ്ഥലം ഇന്ന് അടഞ്ഞു കാണും, പക്ഷെ നീ ആയിരിക്കുന്ന സ്ഥലം ഒരു ആരാധന കേന്ദ്രമാണ്. നിന്റെ ഹൃദയമാണ് ആരാധന കേന്ദ്രം. ആരാധനയ്ക്ക് മുടക്കം വന്നിട്ടില്ല, ആരാധന സ്ഥലത്ത് ഒരുപക്ഷെ മുടക്കം വന്ന് കാണും, പക്ഷെ ആരാധനയെ, പുതിയ നിയമ വിശ്വാസിയുടെ ആരാധനയെ ഒരിക്കലും മുടക്കുവാനായിട്ട് സാധിക്കത്തില്ല. ഒരിക്കലും മുടക്കുവാനായിട്ട് സാധിക്കും. എത്ര പേരത് വിശ്വസിക്കുന്നു? ആരാധന കേന്ദ്രം ഒരുപക്ഷെ അടഞ്ഞു കാണും, പള്ളികൾ ഒരുപക്ഷെ അടഞ്ഞു കാണും, പക്ഷെ പുതിയ നിയമ വിശ്വാസിയുടെ ആരാധന ഒരു സ്ഥലത്തല്ല ഇരിക്കുന്നത്. പുതിയ നിയമ വിശ്വാസിയുടെ ആരാധന ഹൃദയത്തിലായിരിക്കുന്നത്. ഹൃദയത്തിൽ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന വ്യക്തി. ഒരു പ്രത്യേകതയുണ്ട് പ്രിയപ്പെട്ടവരെ. എന്തുകൊണ്ട് ആരാധനയ്ക്കുള്ള ഇമ്പോർട്ടൻസ് ഇന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം. പ്രാർത്ഥനയുടെ ഇമ്പോർട്ടൻസ് നമ്മൾ പഠിച്ചതാണ്, ദൈവവചനം വായിക്കുന്നതിന്റെ ഇമ്പോർട്ടൻസ് നമ്മൾ പഠിച്ചതാണ്. പക്ഷെ അതിനേക്കാൾ എല്ലാം ഏറെ ശ്രേഷ്ഠം, ഏറ്റവും ഇമ്പോർട്ടന്റ്, ഏറ്റവും കൂടുതൽ, അത് വേണ്ടെന്നല്ല, അത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ തന്നെ ഏറ്റവും പ്രസക്തിയുള്ള ഒരു കാര്യമാണ് പിതാവിനെ ആരാധിക്കുന്നത്. ദൈവത്തെ അല്ല, അപ്പനെ ആരാധിക്കുന്ന ആരാധന. അത് ആത്മാവിലും സത്യത്തിലായിരിക്കണം. അവിടെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വേഴ്സ് എൻ്റെ ഈ വെളിപ്പാട് വന്നപ്പോഴാണ് അത് കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങി. നോക്കിയേ, വായിച്ചേ ആ വാക്യം ഒന്നുകൂടെ വായിച്ചിട്ട് 23-ാമത്തെ വാക്യം ഒന്നുകൂടെ വായിക്കാം. സത്യ നമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. തന്നെ നമസ്കരിക്കുന്നവർ ഇങ്ങനെയുള്ളവർ ആയിരിക്കണമെന്ന്
പിതാവ് ഇച്ഛിക്കുന്നു. പിതാവ് ഇച്ഛിക്കുന്നു എന്നാ മലയാളം ബൈബിൾ പറയുന്നത്. ബട്ട് ദാറ്റ് ഇസ് നോട്ട് ദ റൈറ്റ് ട്രാൻസ്ലേഷൻ. ഇംഗ്ലീഷ് ബൈബിൾ പറയാണ്, ഫോർ ദ ഫാദർ സീക്കത്ത് സച്ച് ടു വർഷിപ്പ് ഹിം. സീക്കത്ത്. ശ്രദ്ധിച്ചേ, മനുഷ്യൻ ദൈവത്തെ പല കാര്യങ്ങൾക്ക് വേണ്ടിയും തേടാം. നമുക്കൊരു ഒരു ഒരു കുഞ്ഞുണ്ടാകാൻ വേണ്ടി ഒരു പക്ഷേ ഇന്നത്തെ മീറ്റിങ്ങിൽ ചിലർ പ്രാർത്ഥിക്കാൻ വന്നു കാണും. ഒരു സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ചിലർ വന്നു കാണും. അപ്പൊ നമുക്ക് ദൈവത്തെ പല കാര്യങ്ങൾക്ക് വേണ്ടിയും തേടാം. പക്ഷേ ദൈവത്തെ അപ്പനായി തിരിച്ചറിഞ്ഞവർ, ആ അപ്പൻ തേടുന്ന മക്കളുണ്ട്. ആരാന്ന് ചോദിച്ചാൽ, തന്നെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന മക്കൾ. ഹല്ലേലൂയ. ആരാ തേടുന്നറിയാവോ? അപ്പൻ തേടുക. നിങ്ങളും ഞാനും പല കാര്യങ്ങൾക്ക് അപ്പനെ തേടാം. പക്ഷെ അപ്പൻ നിങ്ങളെ എന്നെ തേടുന്ന ഒരേ കാര്യം, ഒരു വലിയ കാര്യം, ആത്മാവിലും സത്യത്തിലും തന്നെ ആരാധിക്കുന്ന തൻ്റെ മക്കൾ. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, ആ വ്യക്തികൾക്ക് അപ്പന്റെ സന്നിധിയിൽ പ്രത്യേകതയുണ്ട്. ആത്മാവിലും സത്യത്തിലും നിന്റെ അപ്പനെ ആരാധിക്കുന്ന വ്യക്തിയാണോ നീ? അങ്ങനെയാണെങ്കിൽ നീ അപ്പനെ തേടുകയല്ല, അപ്പൻ നിന്നെ തപ്പിക്കൊണ്ടിരിക്കുക. നിന്റെ പുറകെയാ, നിന്റെ കൂടെയാ, നിന്നെ ഏത് നേരവും നിന്റെ പുറകെയാ. ആത്മാവിലും സത്യത്തിലും അപ്പനെ ആരാധിക്കുന്ന തൻ്റെ മക്കളെ ഏത് നേരവും തപ്പിക്കൊണ്ടിരിക്കും. ഹല്ലേലൂയ. ഞങ്ങൾക്ക് അപ്പൻ 2 കുഞ്ഞുങ്ങളെ തന്നിട്ടുണ്ട്. ഞാനും കൊച്ചും 2 പേർക്കും ഉണ്ടാകുന്ന ഒരു അനുഭവമാണ്. ഞങ്ങളിങ്ങനെ ഓരോ ജോലികളിലായിരിക്കും. ഞാൻ ചിലപ്പോൾ ഓഫീസ് റൂമിൽ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും, കൊച്ചു കിച്ചണിലായിരിക്കും. ഞങ്ങൾക്ക് 2 പേർക്കും ഉണ്ടാകുന്ന ഒരു അനുഭവമാണ്, എപ്പോഴെങ്കിലും ഇച്ചിരി നേരം ശബ്ദം കേട്ടില്ലെങ്കിൽ ഉടനെ തപ്പും. ജോനിയ എവിടെയാ, ജോഷുവ എവിടെയാ, ഇമ്മീഡിയറ്റ് ആയിട്ട് തപ്പും. ബിക്കോസ് അവരെവിടെയാണെന്നുള്ളത് ഏത് നേരം ഒരു സീക്കിംഗ് ഉണ്ട്. എന്തുകൊണ്ടാണ് സീക്ക് ചെയ്യുന്നത്? മക്കളായോണ്ട്. പക്ഷെ വചനം പറയുക, തന്നെ ആരാധിക്കുന്ന തൻ്റെ മക്കളെ അപ്പൻ ഏത് നേരവും സെർച്ച് ചെയ്തുകൊണ്ടിരിക്കും. ഏത് നേരവും. അപ്പൊ തോസുട്ടി അപ്പനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നവനാണോ? തോസുട്ടി അല്ല. തോസുട്ടി അപ്പനെ തേടുകയല്ല, അപ്പൻ തോസുട്ടിയെ തേടിക്കൊണ്ടിരിക്കുക. എടാ എന്റെ മോനെ എന്റെ മോനെ അവിടെയുണ്ട്, ഇവിടെയുണ്ട്, എന്റെ മോനെ ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. ഹല്ലേലൂയ. ഏത് നേരവും അപ്പന്റെ ശ്രദ്ധ തന്നെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന മക്കളാണ്. അതുകൊണ്ട് തന്നെയാണ് പിശാച് ഏറ്റവും കൂടുതൽ ആരാധനയ്ക്കെതിരെ വിതയ്ക്കുന്നത്. ഞാനിത് പറയട്ടെ പ്രിയപ്പെട്ടവരെ, പലരും ഇന്ന് സഭ ആരാധന, സഭായോഗം എന്ന് നമ്മൾ പറയാറുണ്ട്. പക്ഷെ ഇത് യോഗമാണ്, പ്രയർ മീറ്റിംഗ് ആണെന്നൊക്കെ പറഞ്ഞ് ഇതൊക്കെ ഒരു മീറ്റിംഗ് ആയിപ്പോയി. നോ, ഇത് സഭ ആരാധനയാണ്. നമ്മൾ കൂടി വരുന്നത് അപ്പനെ ആരാധിക്കുവാനായിട്ടാണ്. ഞാനൊരു കാര്യം പറയാം, പിശാചിന് കിട്ടാത്തതും നിങ്ങൾക്കും എനിക്കും കിട്ടിയിരിക്കുന്നതുമായ ഒരു വലിയ പ്രിവിലേജ് ആണ് അപ്പനെ ആരാധിക്കുക എന്നുള്ള പ്രിവിലേജ്. ആ അപ്പൊ ചിലപ്പോൾ തോന്നും, അപ്പൊ അപ്പൻ ആരാധിക്കുന്നവരെയാ തപ്പുന്നത്, അപ്പൻ ആരാധന കിട്ടിയാൽ മതിയല്ലോ. നോ, ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അപ്പനെ ആരാധിക്കുന്നവന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റം, അപ്പനെ ആരാധിക്കുന്നവന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വിടുതൽ, ഇറ്റ് ഈസ് ബിയോണ്ട് കമ്പാരിസൺ. ഇന്ന് എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയാം, നീ അപ്പനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിന്റെ ജീവിതം ബാക്കി ആരുടെയും കൂടെ കമ്പയർ ചെയ്യാൻ സാധിക്കാത്ത രീതിയിൽ അപ്പൻ നിന്നെ ഉയർത്താൻ തുടങ്ങും. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ചിലരുടെ ഉള്ളിലേക്ക് ആരാധിക്കുവാനുള്ള ആ പ്രേരണ ഇടുക. എന്തിനാണെന്നറിയാവോ? ഈ ദിവസങ്ങളിൽ ആരാധിക്കുന്നവൻ കാക്കപ്പെടും, ആരാധിക്കുന്നവൻ സംരക്ഷിക്കപ്പെടും, ആരാധിക്കുന്നവനെ ദുഷ്ടന്റെ ഒരു ശക്തിക്കും തൊടാൻ സാധിക്കത്തില്ല. ആരാധിക്കുന്നവനെ ചുറ്റി പരിശുദ്ധാത്മാവ് ഒരു അഗ്നി മതിലായി നിൽക്കും. നിന്റെ തലയിലെ ഒരു രോമം പോലും തൊടുവാനായിട്ട് പിശാചിന് സാധിക്കത്തില്ല. ഞാനത് വചനത്തിൽ കൂടെ ഇപ്പൊ നിനക്ക് കാണിച്ചു തരാം.
ബിക്കോസ് ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നവനെ ഏത് നേരവും പിതാവ് സീക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഹി ഈസ് സീക്കിംഗ് സച്ച് വർഷിപ്പേഴ്സ്, ട്രൂ വർഷിപ്പേഴ്സ്. എവിടെയാ വർഷിപ്പ് എന്നറിയാവോ? ഇവിടെ വർഷിപ്പ് ഇവിടെയാ വരണ്ടേ. ഈ ഈ ഈ സന്ദേശം ഞാൻ തുടങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നെ കാണിച്ച ഒരു ദർശനമാണ്. ഒരു കുക്കറ് ഭയങ്കര തീക്കകത്ത് ഇരുന്ന് വേകുക, അതിനകത്ത് എന്തോ സാധനങ്ങളുണ്ട്. പക്ഷെ ഈ കുക്കറിന്റെ വെളിയിൽ തീ ഇഷ്ടം പോലെ കൊടുത്തെങ്കിലും അകത്തെ സാധനം വേകുന്നില്ല. അകത്തെ സാധനത്തിന് ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. ഇത് ഇൻസുലേറ്റഡാണ് ഈ കുക്കർ. വെളിയിലത്തെ തീ ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്, പക്ഷെ അകത്ത് ഇൻസുലേറ്റഡാണ്. അകത്ത് കുക്കിംഗ് നടക്കുന്നില്ല. അങ്ങനെ എത്ര തീ കൊടുത്താലും ആ കുക്കറിനകത്തിരിക്കുന്ന സാധനം കുക്കായില്ലെങ്കിൽ അത് നമുക്ക് പ്രയോജനപ്പെടത്തില്ല. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, നമ്മൾ വെളിയിൽ എത്രയെല്ലാം കൈതട്ടിയാലും, വെളിയിൽ എത്രയെല്ലാം ആക്ട് ചെയ്താലും, ഇവിടെ വർഷിപ്പ് ഉണ്ടായില്ലെങ്കിൽ അതുകൊണ്ട് നമുക്ക് പ്രയോജനം ഉണ്ടാകത്തില്ല. അതുകൊണ്ടാണ് അപ്പം പറഞ്ഞ അവരുടെ പേരാണ് ട്രൂ വർഷിപ്പേഴ്സ്, സത്യ നമസ്കാരികൾ. ഇന്ന് നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്തു നോക്കാം. ഞാൻ ആ സത്യ നമസ്കാരിയാണോ, അതോ ഞാൻ വെറും കൈതട്ടി ചുമ്മാ വാ കൊണ്ട് പാടിയിട്ട് പോകുന്ന വ്യക്തിയാണോ? ബിക്കോസ് ട്രൂ വർഷിപ്പ് ഈസ് ഹിയർ. ഇവിടെ അപ്പൻ ആരാധന വേണ്ടി ഈ സ്ഥലത്ത്, എൻ്റെ ഹൃദയത്തിൽ, എൻ്റെ ആദ്യത്തെ സ്ഥാനം, എൻ്റെ ആദ്യത്തെ ആ സിംഹാസനത്തിൽ അവനെ അപ്പന്റെ വില തിരിച്ചറിയുന്നതാ പ്രിയപ്പെട്ടവരെ ആരാധന. എനിക്കൊരു അപ്പൻ ഉണ്ടെന്നും ആ അപ്പൻ നല്ലവനാണെന്നും ആ അപ്പൻ വലിയവനാണെന്നുമുള്ള ബോധ്യം ഇവിടെ ഉണ്ടെങ്കിൽ നീ ആരാധിക്കുന്നവനാ. യു ആർ എ വർഷിപ്പർ. 24/7 യു ആർ എ വർഷിപ്പർ. നിന്റെ ഉള്ളിൽ എനിക്കൊരു നല്ല അപ്പനുണ്ട്. എൻ്റെ നല്ല അപ്പൻ എല്ലാ സാഹചര്യത്തെക്കാളും എല്ലാ അവസ്ഥകളെക്കാളും വലിയവനാണെന്നുള്ള തിരിച്ചറിവ് നിനക്ക് ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, യു ആർ എ വർഷിപ്പർ. അതാണ് അപ്പന് വേണ്ടിയ വർഷിപ്പ്. അതാണ് അപ്പന് വേണ്ടിയ വർഷിപ്പ്. അല്ലാതെ ചുമ്മാ വാ കൊണ്ട് സാറേ മോരെ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പ്രിയപ്പെട്ടവര്. നമുക്ക് വാ കൊണ്ട് സാറേ മോരെ എന്നൊക്കെ വിളിക്കാം, അതുകൊണ്ടൊന്നും പ്രയോജനമില്ല. അതുകൊണ്ടൊന്നും അല്ല അപ്പൻ പ്ലീസ്ഡ് ആകുന്നത്. അപ്പൻ പ്ലീസ്ഡ് ആകുന്നത് ഇവിടെയാണ്. നിന്റെ ഈ ഹൃദയ കവാടത്തിൽ, നിന്റെ ഹൃദയത്തിന്റെ സിംഹാസനത്തിൽ ആരെയായിരുത്തിയിരിക്കുന്നത്? അവൻ ട്രൂ വർഷിപ്പറാണ്. ഞാനൊരു കാര്യം പറയാം, ട്രൂ വർഷിപ്പറിന് ചില സംഭവങ്ങളുണ്ടാവും. എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഐ എം ഗോയിങ് ലിറ്റിൽ ഫാസ്റ്റർ. നൗ ട്രൂ വർഷിപ്പറിന്റെ കാര്യത്തിൽ നമുക്കൊരു കാര്യം നോക്കാം. മർക്കോസ് എഴുതിയ സുവിശേഷം അതിന് മുന്നേ ഞാനൊരു കാര്യം നിങ്ങളെ ബോധിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുക. ലൂക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായത്തിൽ നമുക്കൊന്ന് വിസിറ്റ് ചെയ്തിട്ട് മർക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായത്തിലേക്ക് പോവാം. ആദ്യത്തെ കാര്യം, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ. പിശാചിന് യേശുവിനെ ആരാധിക്കാൻ പറ്റത്തില്ല. അവൻ ആ ഭാഗ്യം നഷ്ടപ്പെട്ടു പോയവനാണ്. അവൻ ആരാധിക്കാനായിട്ട് വിസമ്മതിച്ചത് കൊണ്ടാണ് അത് അങ്ങനെ ആയിപ്പോയത് തന്നെ. അതിലേക്കൊന്നും കടക്കാനായിട്ട് നമുക്കിപ്പോൾ സമയമില്ല. പിശാച് ആരാധിക്കത്തില്ലെന്ന് മാത്രമല്ല, പിശാച് ആരാധിക്കുന്നതിന് വേണ്ടി എന്ത് വിലയും കൊടുക്കും അവനെ ആരാധിക്കാൻ വേണ്ടി. അത് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ ലൂക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 5 തൊട്ടുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിച്ചിട്ട് ഈ ഭാഗത്തേക്ക് പോവാം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 5 തൊട്ടുള്ള വാക്യങ്ങൾ വായിക്കപ്പെടുന്നു, ശ്രദ്ധിക്കുക. പിന്നെ പിശാച് അവനെ മേലോട്ട് കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലെ സകല രാജ്യങ്ങളെയും ക്ഷണനേരത്തിൽ അവന് കാണിച്ചു. ലോകത്തിലെ സകല രാജ്യങ്ങളെയും ക്ഷണനേരത്തിൽ കാണിച്ചു. ഈ അധികാരമൊക്കെയും അതിന്റെ മഹത്വവും നിനക്ക് തരാം. അതെങ്കിൽ ഏൽപ്പിച്ചിരിക്കുന്നു. എനിക്ക് മനസ്സുള്ളവന് ഞാൻ കൊടുക്കുന്നു. അപ്പൊ ഇതിന്റെ മുഴുവൻ മഹത്വം എന്ന് വെച്ചാൽ ലോകത്തിന്റെ മുഴുവൻ രാജ്യങ്ങളുടെ മുഴുവൻ മഹത്വം അന്ന് പുള്ളിയുടെ കയ്യിലായിരുന്നു. പക്ഷെ ക്രൂശിൽ യേശു അത് തിരിച്ചെടുത്തു. അപ്പോൾ യേശുവിനോട് പറയാ, ഈ മഹത്വം ഇപ്പൊ എൻ്റെ കയ്യിലാ, ഇത് ഞാൻ നിനക്ക് തരാം, പക്ഷേ നീ എനിക്ക് ഒറ്റ കാര്യം തന്നാ മതി. വായിച്ചേ, നീ എന്നെ എന്നാ ചെയ്യണം? നമസ്കരിക്കണം. അപ്പൊ ഒന്ന്, പിശാച് യേശുവിനെ
നമസ്കരിക്കാൻ സാധിക്കത്തില്ല, ആരാധിക്കാൻ സാധിക്കത്തില്ലെന്ന് മാത്രമല്ല, പിശാച് ആരാധന ലഭിക്കാൻ വേണ്ടി ഏതറ്റവും തൻ്റെ കയ്യിലുള്ള മുഴുവൻ കാര്യവും പിശാച് കൊടുക്കാൻ തയ്യാറാ ആരാധന കിട്ടാൻ വേണ്ടി. ബിക്കോസ് അവൻ ആരാധനയ്ക്ക് വേണ്ടി കൊതിക്കുന്നവന്. അവൻ ആരാധന കിട്ടാൻ വേണ്ടി അവൻ എന്തും ചെയ്യും. അതുകൊണ്ടാണ് യേശു പറഞ്ഞ, നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും ഒരുപോലെ സേവിക്കാൻ സാധിക്കത്തില്ല. ചിലർ പറയുന്ന മാമോൻ പിശാചാണെന്ന. മാമോൻ എപ്പോഴാ പിശാചാകുന്നതെന്ന് ഞാൻ പറയാം. എപ്പോൾ സാമ്പത്തികമായിട്ടുള്ള ആവശ്യങ്ങളും സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളും അപ്പനേക്കാൾ കൂടുതൽ സ്ഥാനം ഹൃദയത്തിൽ എടുക്കുന്നോ, അപ്പം മാമോൻ പിശാചായി. അവനെ ആരാധിക്കുക. അതുകൊണ്ടാണ് അവിടെ പറയുന്നത്, നിങ്ങൾ നാളെക്കുറിച്ച് ചിന്താകുലപ്പെടരുതെന്ന് പറഞ്ഞിട്ട് അത് പറയുന്നത്. ബിക്കോസ് ചിന്താകുലപ്പെടുന്നവൻ, ഭാരപ്പെടുന്നവൻ, അവൻ പിശാചിനെ ആരാധിക്കും. അപ്പം മാമോൻ എപ്പം നിങ്ങളുടെ കാലിൻ്റെ കീഴിലാണോ, മാമോന് കുഴപ്പമില്ല, അവനെ ആരാധിക്കത്തില്ല. പക്ഷെ എപ്പം ഹൃദയത്തിൽ അയ്യോ പൈസ ഇല്ലല്ലോ, പൈസ എപ്പോൾ ഒരു പ്രാർത്ഥന തന്നെ പൈസയ്ക്ക് വേണ്ടി ആണെങ്കിൽ അവിടെ വാഴുന്നത് ദൈവമല്ല, അവിടെ വാഴുന്നത് മാമോന. ആരാധന മാമോനാ പോകുന്നത്. ഇത് വളരെ വളരെ നമ്മൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ. ആൻഡ് അപ്പ അങ്ങനെയുള്ളവരെ തേടുന്നതിൻ്റെ റീസൺ എന്താണെന്നറിയാവോ? അതിൻ്റെ റീസണാണ് ഞാനിപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത്. സോ ഒരു കാര്യം നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തു, പിശാചിനെ ആരാധിക്കാൻ സാധിക്കത്തില്ലെന്ന് മാത്രമല്ല, നിങ്ങൾ നോക്കിയാൽ പിശാച് എവിടെയും യേശുവിനെ ആരാധിച്ചിട്ടില്ല. എല്ലാ സ്ഥലങ്ങളും ദുരാത്മാക്കൾ സംസാരിക്കുമ്പോഴൊക്കെ സമയത്തിന് മുന്നേ നീ ഞങ്ങളെ വന്ന് പീഡിപ്പിക്കുകയാണോ, നീ എന്തിനാ, എനിക്കറിയാം നീ ആരാണെന്ന്, നീ ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാന്ന് എനിക്കറിയാം, ഇത് ഇങ്ങനെയെല്ലാം പറയുമെന്നല്ലാതെ ഒരിടത്തും പിശാച് യേശുവിനെ ആരാധിക്കാൻ പറ്റത്തില്ല, ആരാധിക്കത്തില്ല. മാത്രമല്ല യേശുവിനോട് തന്നെ പറഞ്ഞതാ, ആരാധനയ്ക്ക് വേണ്ടി എന്ത് കാര്യവും ഞാൻ വിട്ടുതരാം, ഇതെല്ലാം ഞാൻ നിനക്ക് തരാം, നീ എന്നെ ആരാധിക്കാവോ. അപ്പൊ യേശു പറഞ്ഞ മറുപടിയാണ്, നിന്റെ ദൈവമായ കർത്താവിനെ മാത്രം നീ ആരാധിക്കണമെന്ന് എഴുതിയിരിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെയും എൻ്റെയും ആരാധന അപ്പന് മാത്രമുള്ളത്. വി ഷുഡ് വർഷിപ്പ് ഓൺലി ഹിം. ഇവിടെ ഏറ്റവും കൂടുതൽ സ്ഥാനം ഞാൻ ഇവിടെ ആർക്ക് കൊടുത്തിട്ടുണ്ടോ ആ വ്യക്തിക്കാണ് ആരാധന കിട്ടുന്നത്. സോ മർക്കോസ് എഴുതിയ സുവിശേഷം നമുക്ക് 5-ാം അധ്യായത്തിലേക്ക് പോവാം. ഞാൻ ഈ പറയുന്നത് വളരെ ശ്രദ്ധിച്ച് കേൾക്കുമ്പോൾ ചില സത്യങ്ങൾ നിങ്ങൾക്ക് പിടികിട്ടും. ഇത് പരിശുദ്ധാത്മാവ് കഴിഞ്ഞ ദിവസങ്ങളിൽ എനിക്ക് വെളിപ്പെടുത്തി തന്നതാണ്. മർക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം തുടങ്ങി നമുക്ക് വായിക്കാം. ഈ ബാക്ക്ഗ്രൗണ്ട് ഒന്നുകൂടെ ഒന്ന് മനസ്സിലാക്കുവാനായിട്ട് 5-ാമത്തെ അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം തുടങ്ങി നമുക്ക് വായിക്കാം. അവർ കടലിന്റെ അക്കരെ ഗദരദേശത്തെത്തി. പടകിൽ നിന്ന് ഇറങ്ങിയ ഉടനെ അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യൻ. ആദ്യത്തെ കാര്യം, ഈ ഗദർദേശം എന്ന് പറയുന്നത് ആക്ച്വലി യഹൂദന്മാർ കൂടുതൽ വസിക്കുന്ന സ്ഥലമല്ലെന്നാണ് എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചത്. ഞാനൊരു തിയോളജിയൻ അല്ല, ബൈബിൾ കോളേജിൽ പഠിച്ച വ്യക്തിയല്ല. പക്ഷേ എങ്കിലും ഞാൻ മനസ്സിലാക്കിയത് അത് യഹൂദന്മാർ കൂടുതൽ പാർക്കുന്ന ഒരു സ്ഥലമല്ലായിരുന്നു. അങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്കാണ് യേശു പോയത്. അപ്പം ഇതിനു മുന്നേ ഒരു ഭയങ്കര കാറ്റും കോളും ഉണ്ടാകുന്നുണ്ട്. നിങ്ങൾ 4-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ ഭാഗം വായിച്ചാൽ അറിയാം. ഈ സ്ഥലത്ത് എത്തുന്നതിന് മുന്നേ ആ കാറ്റും കോളും വരുന്നത്. അതിനെ ശാസിച്ചിട്ടാണ് യേശു ഗദർദേശത്ത് എത്തുന്നത്. അവിടെ നോക്കിയേ, അവിടെ വായിക്കുകയാണ്, 2-ാമത്തെ വാക്യം വായിക്കുകയാണ്. പടകിൽ നിന്നിറങ്ങിയ ഉടനെ അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യൻ കല്ലറകളിൽ നിന്ന് വന്ന് എതിരേറ്റു. അവന്റെ പാർപ്പ് കല്ലറകളിലായിരുന്നു. ആർക്കും അവനെ ചങ്ങല കൊണ്ട് പോലും ചങ്ങലകൾ കൊണ്ട് ബന്ധിക്കുവാനും സാധിച്ചില്ല. നോ, ഇവിടെ 2 പേരുണ്ട്. അവൻ എന്നാണ് പറയുന്നതെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ ഒരു മനുഷ്യനുമുണ്ട്, ആ മനുഷ്യന്റെ അകത്ത് ജീവിക്കുന്ന ഭൂതങ്ങളുമുണ്ട്. ഞാൻ വീണ്ടും പറയാം, ഇവിടെ ഒരു മനുഷ്യനുമുണ്ട്, ആ മനുഷ്യന്റെ അകത്ത് ജീവിക്കുന്ന ഭൂതങ്ങളുമുണ്ട്. ഇവർ 2 പേരും 2 എൻറ്റിറ്റിയാണ്. പക്ഷെ 2 പേരും ഒരുമിച്ചാണ് ഇപ്പം നിൽക്കുന്നത്. ഈ മനുഷ്യന്റെ ജീവിതത്തെ തന്നെ ഈ ഭൂതങ്ങൾ നശിപ്പിച്ചു. ലെഗിയോൻ എന്ന് വെച്ചാൽ
കുറേ പേര്, കുറേ ഭൂതങ്ങൾ ചേർന്നിട്ടുള്ള ഒരു സംഗമമാണ് ലെഗിയോൻ എന്ന് പറയുന്നത്. കുറേ ഭൂതങ്ങൾ ഒരുമിച്ച് ഒരു മനുഷ്യന്റെ ഉള്ളിൽ വസിക്കുക. അപ്പൊ പറയുമ്പോൾ അയാൾ ചെയ്തു എന്ന് പറഞ്ഞാലും അയാൾ എന്ന് പറഞ്ഞാലും ഇതിനകത്ത് രണ്ടുപേരുണ്ട്. എല്ലാം അയാളല്ല ചെയ്യുന്നത്. ഭൂതം ചെയ്യുന്നതിന്റെ ബ്ലെയിമും അങ്ങേരെ എടുക്കും. അപ്പൊ അവിടെ രണ്ടുപേരുണ്ട്. ഒന്ന് ആ വ്യക്തിയുണ്ട്, രണ്ട് ഭൂതങ്ങളുണ്ട് അകത്ത്. നൗ വായിക്കപ്പെടുന്നു, ശ്രദ്ധിക്കുക. 4-ാമത്തെ വാക്യം വായിച്ചിട്ട്. പലപ്പോഴും അവനെ വിലങ്ങും ചങ്ങലയും കൊണ്ട് ബന്ധിച്ചിട്ടും അവൻ ചങ്ങല വലിച്ചു പൊട്ടിച്ചും വിലങ്ങ് ഒരുമി ഒടിച്ചും കളഞ്ഞു. നൗ ഇത് ചെയ്യുന്നത് ആ വ്യക്തിയല്ല, ഇത് ചെയ്യുന്നത് ആ മനുഷ്യനല്ല, അവനിലുള്ള ഭൂത. അല്ലെങ്കിൽ ചങ്ങല ഒരു മനുഷ്യന് പൊട്ടിക്കാൻ സാധിക്കത്തില്ല. ചങ്ങലകൾ പൊട്ടിപ്പിക്കുന്നത് ആ ഭൂതങ്ങളാണ് പൊട്ടിപ്പിക്കുന്നത്. ആ ഭൂതത്തിന്റെ ശക്തിയിലാണ് ചങ്ങല പൊട്ടുന്നത്. നോ അപ്പൊ രണ്ട് എൻറ്റിറ്റി ഒരുമിച്ച് ജീവിക്കുകയാണ്. ശ്രദ്ധിച്ചോണേ. നോ അങ്ങനെയുള്ള ഒരു വ്യക്തി യേശുവിനെ കണ്ടു. ഓർത്തോണേ, അവനൊരു മനുഷ്യനുമാ, അപ്പൊ തന്നെ അവനിൽ ഭൂതങ്ങൾ വസിക്കുക. പക്ഷേ ഈ മനുഷ്യൻ ചെയ്ത ഒരു കാര്യമുണ്ട്. അതാണ് ഞാൻ ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. വായിച്ചേ. അവൻ രാവും പകലും കല്ലറകളിലും മലകളിലും ഇടവിടാതെ നിലവിളിച്ചും തന്നെത്താൻ കല്ലുകൊണ്ട് ചതച്ചും പോന്നു. നോ മനുഷ്യൻ തന്നെത്താൻ കല്ലുകൊണ്ട് ചതയ്ക്കത്തില്ല. അത് ചതപ്പിക്കുന്നത് ഈ പിശാച. തന്നെത്താൻ ഒരു മനുഷ്യൻ ഒരിക്കലും മുറിവേൽപ്പിക്കത്തില്ല. തന്നെത്താൻ മുറിവേൽപ്പിക്കുന്നത് ഈ പിശാച. അപ്പം അവിടെ ആ മനുഷ്യനുമുണ്ട്, മനുഷ്യന്റെ ഉള്ളിലെ പിശാചുമുണ്ട്. ഇത് രണ്ടും ഒരേ സമയത്ത് ഓപ്പറേഷനലാണ്. പക്ഷെ ഇപ്പോൾ ഒരു സംഭവം നടക്കുക. വായിച്ചേ, 5-ാമത്തെ വാക്യം വായിച്ചേ, 6-ാമത്തെ വാക്യം വായിച്ചേ. അവൻ യേശുവിനെ ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, ഇതിനകത്ത് വ്യക്തി ഏതാ ഭൂതം ഏതാണെന്നുള്ളത് തിരിച്ചറിയണം. ഞാൻ കുറച്ചു മുമ്പേ നിങ്ങളോട് പറഞ്ഞു, ഭൂതത്തിന് ഒരിക്കലും യേശുവിനെ ആരാധിക്കാൻ സാധിക്കത്തില്ല. ഭൂതം അഥവാ പിശാച് ആരാധന കിട്ടാൻ വേണ്ടി എന്തും വിട്ടുകൊടുക്കും. ഞാൻ പറയുന്നത് നല്ലപോലെ നിങ്ങൾ മനസ്സിലായിക്കോ. ഭൂതത്തിന് ഒരിക്കലും യേശുവിനെ ആരാധിക്കാൻ പറ്റത്തില്ല. പക്ഷെ ഇവിടെ ഇപ്പൊ വചനം പറയുക, അവൻ വായിച്ചേ, യേശുവിനെ ദൂരത്ത് നിന്ന് കണ്ടപ്പോൾ തന്നെ ഓടിച്ചെന്ന്. ഇതാ വ്യക്തിയ, ഇതാ മനുഷ്യനാണ്. ആ മനുഷ്യനാണ് യേശുവിനെ ആരാധിച്ചത്. ബിക്കോസ് പിശാചിന് യേശുവിനെ ആരാധിക്കാൻ സാധിക്കത്തില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരു ഭൂതം ബാധിച്ച മനുഷ്യൻ അവൻ യേശുവിനെ ആരാധിച്ചപ്പോൾ, അങ്ങനെ തന്നെയാണോ വാക്യം എഴുതിയിരിക്കുന്നത്? ആ വാക്യം ഒന്നുകൂടെ വായിച്ചേ, 5-ാമത്തെ വാക്യം ഒന്നുകൂടെ വായിച്ചേ. അല്ലെ 6-ാമത്തെ വാക്യം വായിച്ചേ. അവനെ നമസ്കരിച്ചു. ഇംഗ്ലീഷ് ബൈബിൾ പറഞ്ഞ ഹി വർഷിപ്ഡ് ഹിം. പിശാചിന് നമസ്കരിക്കാൻ പറ്റത്തില്ല, പിശാചിന് വർഷിപ്പ് ചെയ്യാൻ പറ്റത്തില്ല. ഇതാ മനുഷ്യനാ. ആ മനുഷ്യൻ ഭൂതബാധിതനാണ്, ആ മനുഷ്യൻ പ്രയാസത്തിലാണ്, ആ മനുഷ്യൻ പ്രതിസന്ധിയിലാണ്, ആ മനുഷ്യന് സ്വന്തമേ തൻ്റെ ജീവിതം നശിച്ചിരിക്കുകയാണ്. പക്ഷെ തൻ്റെ ജീവിതത്തിൽ ഒരു കാര്യം ചെയ്തു, താൻ യേശുവിനെ കണ്ടപ്പോൾ ആരാധിച്ചു. അതാ മനുഷ്യനാണ്. പിശാചിനെ ആരാധിക്കാൻ പറ്റത്തില്ല. പക്ഷേ യേശുവിനെ ആരാധിച്ച ആ വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിച്ചത് എന്താണെന്നറിയാവോ? സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ചുരുക്കി പറയട്ടെ. യേശുവിനെ ആരാധിച്ച വ്യക്തിയുടെ ജീവിതത്തിൽ പിശാച് പ്രാർത്ഥിക്കാൻ തുടങ്ങി, ഇവന്റെ അകത്തിൽ നിന്ന് എന്നെ ഒന്ന് റിലീസ് ചെയ്ത് തന്നേക്കാനായിട്ട്. യേശുവിനെ ആരാധിച്ച വ്യക്തിയുടെ ഉള്ളിലിരുന്ന പിശാച് യേശുവിനോട് പ്രാർത്ഥിച്ചു, ഇനി ഇവന്റെ അകത്ത് എന്നെ കൊണ്ട് ഇരിക്കാൻ സാധിക്കത്തില്ല, ഞങ്ങളെ ഈ പന്നിക്കൂട്ടത്തിലോട്ടൊന്ന് വിട്ടേര്. ഭൂതം ബാധിച്ച ഒരു വ്യക്തി പോലും യേശുവിനെ ആരാധിച്ചാൽ പിശാച് പറയും, ഇനി ഇവനുമായിട്ട് എനിക്ക് ഐക്യം വെക്കുവാനായിട്ട് സാധിക്കത്തില്ല. എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, ഭൂതത്തിന്റെ കാര്യവും കൊറോണയുടെ കാര്യവും ഒക്കെ പറയുന്ന നിർത്തിയിട്ട് അങ്ങോട്ട് ആരാധിച്ചേ അവനെ. അപ്പനെ നീ ആരാധിക്കാൻ തുടങ്ങിയ ഭൂതം പ്രാർത്ഥിക്കും.
ഇവന്റെ അടുത്ത് നിന്ന് എന്നെ ഒന്ന് റിലീസ് ചെയ്ത് കൊടുക്കാൻ. ചിലർക്കേ അത് പിടികിട്ടിയുള്ളൂ. പിടികിട്ടിയവർക്കായിട്ട് ഞാൻ അപ്പായെ സ്തുതിക്കുക. എടാ, നീ ആരാധിക്കുന്നവനാണെങ്കിൽ ഭൂതം അലറും, ഭൂതം പ്രാർത്ഥിക്കും യേശുവിനോട്, ഇവന്റെ അടുക്കൽ നിന്ന് എന്നെ മാറ്റിത്താ, ഇവന്റെ അടുത്തിൽ നിന്ന് എന്നെ മാറ്റിത്താ. നീ അല്ല പ്രാർത്ഥിക്കേണ്ടേ, നീ ആരാധിച്ചാൽ ഭൂതം പ്രാർത്ഥിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ ആരാധിക്കുന്നവനാണെങ്കിൽ നിന്റെ ബിസിനസ്സിലെ ഭൂതം പ്രാർത്ഥിക്കും, എന്നെ ഒന്ന് അയച്ചു വിട്ടേര്. നീ ആരാധിക്കുന്നവനാണെങ്കിൽ നിന്റെ കുടുംബ ജീവിതത്തിൽ കളിക്കുന്ന ഭൂതം പ്രാർത്ഥിക്കും, എന്നെ ഒന്ന് വിട്ടേര്. നീ ആരാധിക്കുന്നവനാണെങ്കിൽ നിന്റെ ജീവിതത്തിൽ നാശം കൊണ്ടുവന്നിരിക്കുന്ന ഭൂതങ്ങൾ പ്രാർത്ഥിക്കും, എന്നെ ഒന്ന് വിട്ടേര്. ഹല്ലേലൂയ. അതാണ് ആരാധനയുടെ ശക്തി. എന്തുകൊണ്ടാ അപ്പൻ ആരാധിക്കുന്നവരെ തേടുന്നതെന്നറിയാവോ? ആരാധിക്കുന്ന ഒരുത്തനുണ്ട് മതി, അവനിൽ കൂടെ കാര്യങ്ങൾ നടക്കും, അവനിൽ കൂടെ കാര്യങ്ങൾ നടക്കും. ആമേൻ, ആമേൻ. എങ്ങനെ ആരാധിക്കുന്നവൻ? ആത്മാവിലും സത്യത്തിലും, സത്യ നമസ്കാരിയായിട്ട്. ഇവിടം കൊണ്ട് ആരാധിക്കണ്ടേ, ഇവിടം കൊണ്ട് ആരാധിക്കണ്ടേ. നോക്കിക്കേ, ആ മനുഷ്യൻ എന്തോ കിട്ടാൻ വേണ്ടിയല്ല ആരാധിച്ചത്. അവനൊന്നും അറിയത്തില്ല. അവനെ കൊണ്ട് ഒറ്റ ഡിസിഷനെ അവൻ എടുക്കാൻ പറ്റുള്ളൂ. അവൻ പോയി കാലേ വീണു. അവിടെ കാലേ വീണെന്ന് എഴുതിയിട്ടില്ല, അത് എന്ത് വർഷിപ്പാണെന്ന് അവിടെ എഴുതിയിട്ടില്ല. പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പാ, അവന്റെ ഹൃദയത്തിൽ ആരാധന ഉയർന്നു. യേശുവേ അപ്പാ, നീ ആരാധിക്കാൻ നീ യോഗ്യനാപ്പാ, നീ വലിയവനാപ്പാ. ആ ആരാധന ഇവിടെ ഉയർന്നപ്പോൾ പിശാച് പ്രാർത്ഥിക്കുക, ഞങ്ങളെ ഏതായാലും ഇനിയിപ്പോ ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല, വിടുകയാണെങ്കിൽ ആ പന്നിക്കൂട്ടത്തിലോട്ട് ഒന്ന് വിടണം. ഹല്ലേലൂയ. ആ വാക്യം എനിക്ക് കുറച്ചുകൂടെ ഈ പീരീഡിൽ എനിക്കത് പറയാൻ എനിക്ക് കുറച്ചുകൂടെ ആഗ്രഹമുണ്ട്. ആ വാക്യത്തിൻ്റെ വെളിപ്പാട് പരിശുദ്ധാത്മാവ് കുറച്ചുകൂടെ എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകായിരുന്നു. അവിടെ വചനം പറയുക, 10ാമത്തെ വാക്യം, ആരാധിക്കുന്നവന്റെ ജീവിതത്തിൽ ഇരിക്കുന്ന ഭൂതം പ്രാർത്ഥിക്കും. ഞാൻ പറയുന്നത് ഓർത്തോ, ആരാധിക്കുന്നവന്റെ ജീവിതത്തിൽ ഭൂതം ഉണ്ടെങ്കിൽ ആ ഭൂതങ്ങൾ പ്രാർത്ഥിക്കും. 10ാമത്തെ വാക്യം വായിച്ചേ. നാട്ടിൽ നിന്ന് തങ്ങളെ അയച്ച് കളയാതിരിപ്പാൻ ഏറിയൊന്ന് അപേക്ഷിച്ചു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഒരാരാധിക്കുന്ന വ്യക്തി ഉണ്ടെങ്കിൽ ഭൂതം നാട്ടിൽ നിന്ന് പോകാതെ നിൽക്കുമെങ്കിൽ 10 ആരാധിക്കുന്ന വ്യക്തികളുണ്ടെങ്കിലോ, 100 ആരാധിക്കുന്ന വ്യക്തികളുണ്ടെങ്കിലോ, 1000 ആരാധിക്കുന്ന വ്യക്തികളുണ്ടെങ്കിലോ, ഭൂതം പറയും ഈ പട്ടണത്തിൽ എനിക്ക് നിൽക്കാൻ പറ്റത്തില്ല, എന്നെ ഈ പട്ടണത്തിൽ നിന്ന് വിട്ടേക്കാം. ഓ ഇന്ന് ആവശ്യമുള്ളത് കുറ്റം പറച്ചിലും എന്നാ പറയുന്ന അതും ഇതും പറയുകയല്ല, ആരാധിക്കുന്നവരാ വേണ്ടിയ ഇന്ന്. വി ഷുഡ് ബി ട്രൂ വർഷിപ്പേഴ്സ്. ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നവരായിരിക്കും, ആത്മാവിലും സത്യത്തിലും. We should be true worshippers. ഞാൻ പറയുന്നത് ശരിയാണോ? ഒരാൾ ആരാധിക്കുന്നവനായപ്പം പിശാച് പറഞ്ഞു, ഇയാളിൽ നിന്ന് പോയേ പറ്റത്തുള്ളൂ, ഞങ്ങളെ വിട്ടേരും. പിശാച് പറയാ, നാട്ടിൽ നിന്ന് പുറത്തു പോകാതെ ഇവിടെയൊക്കെ ആയിട്ട് പിടിച്ചു നിൽക്കാനായിട്ടുള്ള ഒരു വകുപ്പ് മാത്രം. ഞാൻ ചോദിക്കട്ടെ, ഒരു വർഷിപ്പ് ചെയ്യുന്ന ആളുണ്ടെങ്കിൽ അവന്റെ അടുത്തോട്ട് പിന്നെ പിശാച് പോകത്തില്ല. പക്ഷെ നാട്ടിന്റെ ബൗണ്ടറിക്കകത്തൊക്കെ ഒന്ന് നിൽക്കാനായിട്ട് പുള്ളി റിക്വസ്റ്റ് ചെയ്തു. 10 വർഷിപ്പ് ചെയ്യുന്ന ആളുണ്ടെങ്കിലോ, 100 വർഷിപ്പ് ചെയ്യുന്ന ആളുണ്ടെങ്കിലോ, ആ പട്ടണത്തിന്റെ 7 അയലോക്കത്ത് ഭൂതത്തിന് നിൽക്കാൻ പറ്റത്തില്ല. ഒറ്റ മനസ്സോടെ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങളും ഞാനും അപ്പനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നവരാണെങ്കിൽ ഒരു ഭൂതത്തിനും നിൽക്കാൻ പറ്റത്തില്ല, ഒരു പിശാചിനും നിൽക്കാൻ പറ്റത്തില്ല. അത് പ്രാർത്ഥിക്കും. എപ്പോഴാ പ്രാർത്ഥിച്ചെന്നറിയാവോ? ആരാധിച്ചപ്പം പിശാച് പ്രാർത്ഥിച്ചു. ഇന്നിപ്പം പ്രാർത്ഥിച്ചിട്ട് പിശാച് പോകുന്നില്ലല്ലോ. ആരാധിച്ചു നോക്ക്. എന്തായാലും കിട്ടാനുള്ള ആരാധനയല്ല. ആ മനുഷ്യൻ എന്തോ കിട്ടുമെന്ന് പറഞ്ഞ് ആരാധിച്ചതല്ല. ആരാധിച്ചപ്പോൾ അവന്റെ ജീവിതത്തിൽ ലഭിക്കാവുന്നതിൽ ഏറ്റവും ബെസ്റ്റ് ലഭിച്ചു. വേറൊരു കാര്യം നിങ്ങൾക്കറിയാവോ? സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ചുരുക്കുക. ആ ആരാധിച്ച വ്യക്തിയെ കുറിച്ച് യേശു ആർക്കും ഇൻഡിപെൻഡന്റ് ശുശ്രൂഷ കൊടുത്തില്ല. നിങ്ങൾ വായിച്ചു നോക്കിയേ, എല്ലായിടത്തും യേശു ഒരിടത്തും ഇൻഡിപെൻഡന്റ് ശുശ്രൂഷ ആർക്കും കൊടുത്തില്ല. പക്ഷേ ഈ പുള്ളിക്കാരൻ്റെ കാര്യം നോക്കിയേ,
ആരാധിക്കുന്നവനാണെന്ന് അപ്പായിക്ക് തിരിച്ചറിഞ്ഞപ്പോൾ അവനെക്കുറിച്ച് വചനം പറയുക. 18ഉം 19ഉം വാക്യങ്ങൾ വായിക്കപ്പെടുന്നു, ശ്രദ്ധിക്കുക. 18ഉം 19ഉം. അവൻ പടകേറുമ്പോൾ ഭൂതഗ്രസ്തനായിരുന്നവൻ താനും കൂടെ പോരട്ടെ എന്ന് അവനോട് അപേക്ഷിച്ചു. യേശു അവനെ അനുവദിച്ചില്ല. നിന്റെ വീട്ടിൽ നിനക്കുള്ളവരുടെ അടുക്കൽ ചെന്ന് കർത്താവ് നിനക്ക് ചെയ്തതൊക്കെയും നിന്നോട് കരുണ കാണിച്ചതും പ്രസ്താവിക്കുക എന്ന് അവനോട് പറഞ്ഞു. എന്ന് വെച്ചാൽ അവനാണ് ആദ്യത്തെ ഇൻഡിപെൻഡന്റ് മിനിസ്ട്രി കിട്ടിയവൻ. ആരാന്നറിയാമോ? ആരാധിച്ചവൻ. ഇന്ന് മിനിസ്ട്രി കിട്ടാൻ വേണ്ടി ഓടുകല്ലേ? ഓടണ്ട. ആത്മാവിലും സത്യത്തിലും നീ ആരാധിക്കുന്നവനാണെങ്കിൽ അപ്പൻ നിന്നെ മിനിസ്ട്രി ഏൽപ്പിക്കും. എത്ര ഇതാണെന്നറിയാവോ? അവിടെ വായിച്ചേ, 20ാമത്തെ വാക്യം വായിച്ചേ. അവൻ പോയി യേശു തനിക്ക് ചെയ്തതൊക്കെയും ഡെക്കപ്പോലി നാടെന്ന് വെച്ചാൽ എന്നാന്നറിയാവോ? ഡെക്കപ്പോലി എന്ന് വെച്ചാൽ 10 സിറ്റീസ് ചേരുന്നതാണ് ഡെക്കപ്പോലി. 10 സിറ്റീസ് ചേരുന്നതാ ഡെക്കപ്പോലി. ആരാധിക്കുന്നവനെ വെറും നിമിഷം കൊണ്ട് 10 പട്ടണങ്ങളുടെ മിനിസ്ട്രി ഏൽപ്പിച്ചു. 10 പട്ടണങ്ങളുടെ. എത്ര പേർക്ക് ഇത് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്ക് പിടികിട്ടുന്നില്ല. പക്ഷെ മനസ്സിലാകുന്നുണ്ടെങ്കിൽ ഞാൻ അപ്പായെ സ്തുതിക്കുക. ഞാൻ എന്നോട് തന്നെ പ്രസംഗിക്കുക. നിങ്ങൾക്ക് ആർക്കും ഇത് പ്രയോജനപ്പെട്ടില്ലല്ലോ, എനിക്ക് പ്രയോജനപ്പെട്ടു. ബിക്കോസ് ഞാൻ ആരാധിക്കാൻ തുടങ്ങി. ഐ ഹവ് സ്റ്റാർട്ടഡ് വേർഷിപ്പ്. നോട്ട് ദറ്റ് ഇതിനു മുന്നേ ആരാധിച്ചിട്ടില്ലാത്തതുകൊണ്ടല്ല, പക്ഷെ ഇപ്പം എനിക്ക് പിടികിട്ടി ആരാധനയുടെ പ്രസക്തി എന്താണെന്നുള്ളത്. ആരാധിക്കുന്നവന്റെ ജീവിതത്തിൽ പിശാചിന് നിൽക്കാൻ പറ്റത്തില്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാണ് അപ്പൻ അങ്ങനെയുള്ളവരെ തപ്പുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സത്യ നമസ്കാരികളെ അപ്പൻ തപ്പുക. എന്നാണെന്നറിയാവോ? അവൻ ഒരാൾ മതി പട്ടണങ്ങളെ കീഴടക്കാനായിട്ട്. ഒന്ന് ഓർത്തു വയ്ക്കുക. അതുപോലെ 10 പേരെ ട്രിവാൻഡ്രത്ത് കിട്ടിയാൽ എന്നായിരിക്കും? ഹല്ലേലൂയ. അതുപോലെ 100 പേരെ കിട്ടിയാൽ എന്നായിരിക്കും? ഒന്ന് ഓർത്ത് നോക്കിക്കേ പ്രിയപ്പെട്ടവരെ. നിങ്ങളും ഞാനും ഒറ്റ മനസ്സോടെ അപ്പായെ ആരാധിക്കുന്നവരാണെങ്കിൽ ഈ ചങ്ങലകളെല്ലാം പൊട്ടും. ഈ വൈറസിന്റെ ബാധകളെല്ലാം പൊട്ടും. ഒന്നിനും നിലച്ചു നിൽക്കാൻ സാധിക്കത്തില്ല. നോക്കിയേ, അപ്പൻ ആദ്യം കൊടുത്ത ഇൻഡിപെൻഡന്റ് മിനിസ്ട്രിയാ. നോക്കിയേ, ഇറ്റ് ഇസ് നോട്ട് ജസ്റ്റ് 10 സിറ്റീസ്, 10 പട്ടണങ്ങളുടെ മിനിസ്ട്രി ഏൽപ്പിച്ചു. മാത്രമല്ല കാട്ടിക്കിടന്നവനെ നാട്ടി വാഴിപ്പിച്ചു. വായിച്ചേ ആ വാക്യം ഒന്നുകൂടെ വായിച്ചേ. 20ാമത്തെ വാക്യം ഫുള്ളായിട്ട് വായിച്ചു. അവൻ പോയി യേശു തനിക്ക് ചെയ്തതൊക്കെയും ഡെക്കപ്പോലി നാട്ടിൽ ഘോഷിച്ചു തുടങ്ങി. എല്ലാവരും ആശ്ചര്യപ്പെട്ടു. ആദ്യം എല്ലാവരും ആശങ്കപ്പെട്ടു ഇവനെ കണ്ട്. ഇപ്പൊ എല്ലാവരും ആശ്ചര്യപ്പെട്ടു. നീ ആരാധിക്കുന്നവനാണ്. നിന്നെ നാട്ടുകാർ കണ്ട് ആശ്ചര്യപ്പെടുന്ന ലെവലിൽ അപ്പൻ നിന്നെ ഉയർത്തും പ്രിയപ്പെട്ടവർ. പിന്നെ എൻ്റെ സമയം കഴിഞ്ഞു, ഞാൻ നിർത്താൻ പോവുക. പക്ഷെ എനിക്ക് ലൂക്കോസ് 15 ഒരു കണക്ഷൻ കൊടുക്കാതെ എനിക്ക് പോകാൻ പറ്റത്തില്ല. ചിലരൊക്കെ ചിന്തിക്കുക, ബ്രദർ ലൂക്കോസ് 15 വെളിയിൽ പോയോ? ഇല്ലെന്നേ, ഇന്ന് രാവിലെ എനിക്ക് കിട്ടി. ഞാനിന്ന് നോക്കിയപ്പോഴാണ് എനിക്ക് പിടികിട്ടിയത്. ആദ്യത്തെ കാര്യം, ഇത് തിയോളജിയൻസ് പറയുന്ന കേട്ടോ, ഞാൻ പറയുന്നതല്ല. തിയോളജിയൻസ് പറയുന്ന ഒരു കാര്യമാണ്. ഈ എന്നാ പറയുന്ന ഈ ഗദർദേശം ഉണ്ടല്ലോ, ഈ പ്രദേശത്തെയാണ്, ഇവിടെ കൂടുതൽ യഹൂദന്മാർ വസിക്കുന്ന സ്ഥലമല്ല, ഈ പ്രദേശത്തെയാണ് യേശു ഈ ലൂക്കോസ് 15 അവൻ ദൂരദേശത്തേക്ക് പോയെന്ന് പറയുന്നത്. അതായത് വിശ്വാസ പ്രമാണങ്ങളിലും അവരുടെ ജീവിത ശൈലിയിലും ഒക്കെ യഹൂദന്മാരിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ജീവിതം കൈവരിക്കുന്നവരാണ് ഈ പ്രദേശത്തുള്ളവർ. അപ്പം പലരും പറയുന്ന ലൂക്കോസ് 15 പറഞ്ഞിരിക്കുന്ന ഉപമ യേശു ഈ പ്രദേശത്തെ ഉദ്ദേശിച്ചാ പറഞ്ഞെന്നാ പറയുന്നത്. 2, അതിനെ അവർ ജസ്റ്റിഫൈ ചെയ്യാനായിട്ടുള്ള കാരണം, ഈ പ്രദേശത്ത് ഏറ്റവും കൂടുതൽ പന്നികളെ മേയ്ക്കുന്ന ബിസിനസ്സാണ് ഈ സ്ഥലത്ത് ഏറ്റവും കൂടുതൽ ബിസിനസ്സായിട്ട് നടക്കുന്നത്. അപ്പം മുടിയനായ പുത്രനും എവിടെയാ പോയത്? പന്നിയെ മേയ്ക്കാനായിട്ടാണ് പോയത്. നിങ്ങൾ നോക്കിക്കേ, ഇവിടെയാണേലും പിശാച് അവസാനം ആരുടെ അടുത്താ പോയത്? പന്നിയുടെ അടുത്തോട്ടാ പോയത്. അപ്പം മുടിയനായ പുത്രന്
അവന്റെ ഉള്ളിൽ സുബോധം വന്നെന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഈ വ്യക്തിക്ക് ആരാധിക്കാനുള്ള ഒരു സ്പാർക്ക് അവന്റെ ഉള്ളിൽ വന്നു. എന്താ യഥാർത്ഥ ആരാധന? എൻ്റെ അപ്പൻ വലിയവനാണെന്നുള്ള തിരിച്ചറിവ് ഇവിടെ വരുന്നതാണ് ആരാധന. ആ ഉപമയിൽ പറഞ്ഞിരിക്കുന്ന ഈ പ്രദേശം നോക്കിയേ, പന്നികളുടെ ആഹാരം പോലും അവന് കിട്ടിയില്ല എന്നൊക്കെ പറയുന്നത് എന്നാന്ന് വെച്ചാൽ ഈ പ്രദേശത്തെയാണ് അത് കുറിക്കുന്നതെന്നാണ് തിയോളജിയൻസ് പറയുന്നത്. ബിക്കോസ് ഏറ്റവും കൂടുതൽ പന്നികളുടെ ബിസിനസ് നടത്തുന്ന ഒരു പ്രദേശമായിരുന്നു. പക്ഷെ അവിടെയും ഒരാള് ആരാധിക്കാൻ റെഡിയാണെങ്കിൽ, ഭൂതം പന്നിയുടെ അകത്ത് പോയെന്ന് മാത്രമല്ല അവനെ ആ നാട്ടിൽ വാഴിച്ചു. ഞാൻ വിശ്വസിക്കുന്നത് അപ്പൻ പുതിയ മോതിരവും പുതിയ ചെരുപ്പും പുതിയ വസ്ത്രവും ഒക്കെ കൊടുത്തെന്ന് പറയുന്നത് ഈ പുള്ളിക്ക് കൊടുത്തിരിക്കുന്ന ആ കമ്മീഷൻ പോലെ തന്നെയാണ്. ഒരു ഡയറക്ഷനും ഇല്ലാതെ ജീവിച്ച ആ വ്യക്തിക്ക് ഇപ്പൊ ഡയറക്ഷൻ കൊടുത്തിരിക്കുക. നീ പോയി എൻ്റെ കീർത്തി പറ, ഞാൻ നിനക്ക് ചെയ്തത് പറ. മാത്രമല്ല അവൻ ആ പ്രദേശം മുഴുവൻ ഇവാഞ്ചലൈസ് ചെയ്തെന്നാ പറയുന്നത്. ഡെക്കപ്പോലി നാട് മുഴുവൻ എന്ന് വെച്ചാൽ അത് 10 സിറ്റി അല്ല, ഇൻഫാക്ട് അതിനേക്കാൾ കൂടുതൽ സിറ്റീസ് ഉണ്ടെന്നാണ് ഹിസ്റ്റോറിക്കലി പറയുന്നത്. എങ്കിലും ഏറ്റവും മിനിമം 10 സിറ്റീസ്. ഒന്ന് ഓർത്തു നോക്കിക്കേ, ഭൂതം ബാധിച്ച ഒരുത്തൻ അപ്പനെ ആരാധിച്ചപ്പോൾ അവൻ്റെ ട്രാക്ക് കംപ്ലീറ്റ്ലി മാറി. അതുപോലെ തന്നെയാണ് മുടിയനായ പുത്രൻ ഒറ്റ സെക്കൻഡിൽ ഹൃദയത്തിൽ അവൻ്റെ അപ്പനെ വാഴിച്ചതേ ഉള്ളൂ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഹൃദയത്തിൽ അപ്പനെ വാഴിക്കുന്നതാണ് ആരാധന. അല്ലാതെ ആരാധന നമ്മൾ വർഷിപ്പ് സമയത്ത് എന്താ പറയുന്ന മീറ്റിംഗ് തുടങ്ങുന്നതിന് മുമ്പേ എന്താ പറയുന്ന ഒരാൾ പാട്ട് പാടും, നമ്മൾ കൂടെ ചേർന്ന് പാടും, അത് മാത്രം വർഷിപ്പായിട്ട് ചിന്തിക്കരുത്. യഥാർത്ഥ ആരാധന എന്ന് പറയുന്നത്, അതുകൊണ്ടാണ് യേശു പറഞ്ഞ ഈ മലയിലും അല്ല ആ മലയിലും അല്ല, സത്യ നമസ്കാരികൾ അപ്പനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കും. ആത്മാവിലും സത്യത്തിലും. ഇവിടെ ആത്മാവിൽ ആരാധിക്കണ്ടേ, ഇവിടെ അപ്പനെ വാഴിക്കണം. എന്നതാ വാഴിക്കണ്ടേ? എൻ്റെ അപ്പൻ എല്ലാറ്റിനേക്കാൾ വലിയവനാണ്. ഇന്ന് പകൽ ആ തിരിച്ചറിവ് നിങ്ങളുടെയും എൻ്റെയും ഉള്ളിൽ വന്നാൽ നമ്മൾ സത്യ നമസ്കാരികൾ. അങ്ങനെ ഒരാൾ മതി. ഇന്ന് അങ്ങനെ ഒരുത്തൻ ആരാധിച്ചാൽ മതി, ഭൂതം അവനെ കണ്ട് അലറും. ഭൂതം യേശുവിനോട് പ്രാർത്ഥിക്കും, ഇങ്ങേരുടെ ഓഫീസിൽ നിന്ന് എന്നെ വിട്ടേരും, ഇങ്ങേരുടെ വീട്ടിൽ നിന്ന് എന്നെ റിലീസ് ചെയ്തേരും, ഇങ്ങേരുടെ കുടുംബ ജീവിതത്തിൽ നിന്ന് എന്നെ റിലീസ് ചെയ്തേരും. ഭൂതം പോകാൻ നീ പ്രാർത്ഥിക്കണ്ട. നീ അപ്പനെ ആരാധിക്കുന്നവനാണെങ്കിൽ ഭൂതം നിന്റെ 7 അയലോക്കത്ത് വരത്തില്ല, രോഗം നിന്റെ 7 അയലോക്കത്ത് വരത്തില്ല, ഒരു നാശത്തിനും നിന്റെ 7 അയലോക്കത്ത് വരത്തില്ല. അതുകൊണ്ടാണ് അവന്റെ ചിറകിന്റെ നിഴലിൻ കീഴിൽ പാർക്കുന്നവൻ, അവന് ഒരു ബാധയും അവന്റെ കൂടാരത്തിന് അടുക്കയില്ല എന്ന് പറയുന്നതിന്റെ കാരണം അതാ. ഇവിടെ വാഴണം, എൻ്റെ അപ്പായെ ഇവിടെ വാഴിക്കണം. ഇന്നൊരു തീരുമാനം എടുക്കാവോ? അപ്പായെ ഇവിടെ വാഴിക്കാൻ. ഇവിടെ വാഴിക്കുന്നവന്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കും. എത്ര പേര് എൻ്റെ കൂടെ ചേർന്നൊരു തീരുമാനം എടുക്കും? ആരാധിക്കുന്നവനെന്ന് പറഞ്ഞ എനിക്കൊരു ആരാധിക്കുന്നവനായി തീരണം. ഈ ദിവസങ്ങളിൽ ഞാൻ പറയാം, വീടുകളിൽ കുടുംബമായി ഇരുന്ന് ആരാധിക്കണം അപ്പായെ. ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ ആരാധിക്കാൻ തുടങ്ങി. ഞങ്ങളൊരു ബെഡൊക്കെ ഇട്ട് താഴെ ഇട്ട് ഞങ്ങൾ എന്നാ പറയുന്ന പിള്ളേരെ എല്ലാം കൂട്ടിയിരുത്തി ഞങ്ങൾ ആരാധിക്കുക. ആരാധിക്കുമ്പോൾ ആ അപ്പൻ്റെ സാന്നിധ്യം ഇറങ്ങി വരുന്നത് മാത്രമല്ല, വലിയ മാറ്റങ്ങൾ ഞാൻ ജീവിതത്തിൽ കാണാനായിട്ട് തുടങ്ങി. എനിക്കറിയാം അത് സഭയിൽ റിഫ്ലക്റ്റ് ചെയ്യും, നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ റിഫ്ലക്റ്റ് ചെയ്യും. സത്യ നമസ്കാരികൾ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുമ്പോൾ ഭൂതം നിന്റെ വീട്ടിൽ നിന്ന് മാത്രമല്ല നിന്റെ നാട്ടിൽ നിന്ന് പോകാനായിട്ട് പെർമിഷൻ ചോദിക്കും. എനിക്കിവിടെ നിൽക്കാൻ പറ്റത്തില്ല, നീ പ്രാർത്ഥിച്ച് ശാസിച്ചിറക്കണ്ടെന്ന് ഭൂതം ചോദിച്ചു പൊക്കോളുമെന്ന്. എത്ര പേർക്ക് അത് പിടികിട്ടുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായില്ല. നീ ആരാധിക്കുന്നവനാണേ ഉണ്ടല്ലോ, ഭൂതത്തെ നീ ആട്ടി ഇറക്കണ്ട മോനെ, ഭൂതം ചോദിച്ചു പൊക്കോളും. ഹല്ലേലൂയാ. ഓ, ഇന്ന് പകൽ ഈ വെളിപ്പാടൊന്ന് അകത്ത് കയറട്ടെ. ഇന്ന് അപ്പൻ ആഗ്രഹിക്കുന്നത് സത്യ നമസ്കാരികളെയാ. നിങ്ങളും ഞാനും
എന്നാ പറയുന്ന അപ്പൻ അന്വേഷിക്കുന്നത് എന്നാ പറയുന്ന നല്ല പ്രസംഗക്കാരെ അല്ല. ആമേൻ. അപ്പൻ ആഗ്രഹിക്കുന്ന നമസ്കാരികളെയാ. ബിക്കോസ് ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നവന്റെ അടുത്ത് ഭൂതത്തിന്റെ പരിപാടിയൊന്നും നടക്കത്തില്ല. ഹല്ലേലൂയ. ഭൂതം പ്രാർത്ഥിക്കും, ഒന്ന് വിട്ടുതരാമോ, ഞങ്ങൾ സ്ഥലം വരെ അവര് തീരുമാനിച്ചോളൂ, ഞങ്ങൾ പൊക്കോളാം. ഹല്ലേലൂയ. അത് ഈ യേശു പറഞ്ഞു, വിശ്വസിച്ച് നീ മലയോട് കടലിൽ പോയി ചാടാൻ പറഞ്ഞ അത് നീ വിശ്വസിച്ചാൽ, സംശയിക്കാതെ ഇരുന്നാൽ അത് നടക്കും. അത് നീ എവിടുന്ന് ടേക്ക് ഓഫ് ആകണം, എവിടെ പോയി ലാൻഡ് ആകണം എന്നൊക്കെ നീ തീരുമാനിച്ച് പറയണം. പക്ഷെ ആരാധിക്കുന്നവന്റെ കാര്യത്തിൽ ഒരു വ്യത്യാസമുണ്ട്. മല താനേ പൊക്കോളും, താനേ തീരുമാനിച്ചോളൂ എവിടെ പോയി ലാൻഡ് ആകണമെന്ന്. പിശാച് താനേ തീരുമാനിച്ചെന്ന് പന്നിയുടെ അകത്തൊന്ന് വിട്ടാൽ മതി, ഞങ്ങൾ അവിടെ പൊക്കോളാം. ചുരുക്കി പറഞ്ഞ, ആരാധിക്കുന്നവന്റെ ജീവിതത്തിൽ പ്രാർത്ഥിക്കേണ്ട ആവശ്യം വരത്തില്ല. ആരാധിക്കുന്നവന്റെ ജീവിതത്തിൽ വിടുതൽ താനേ വരും. ഈ ദിവസങ്ങളിൽ എനിക്ക് നിങ്ങളോട് പറയാൻ ഒരു സന്ദേശമുണ്ട്. ഈ ദിവസങ്ങളിൽ എല്ലാ വീടുകളിലും ആരാധിക്കണം, എല്ലാ വീടുകളിലും ആരാധിക്കണം. എൻ്റെ വാക്കിന് നിങ്ങൾ വില കൊടുക്കുന്നുണ്ടെങ്കിൽ എല്ലാ വീടുകളിലും കുടുംബമായി ഇരുന്ന് അപ്പായെ ആരാധിക്കണം. എത്ര നേരം ആരാധിക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല, നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഇരുന്ന് ആരാധിച്ചു നോക്കിക്കേ. നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ വീടുകളിൽ, നിങ്ങളുടെ കുടുംബങ്ങളിൽ മാറ്റം വരുന്നുണ്ടോ എന്നില്ലയോ നോക്കി. അപ്പോൾ തന്നെ ഇന്ന് ഒരുപക്ഷെ നിങ്ങൾ പുതിയതായിട്ടാണ് ഈ മീറ്റിങ്ങിന് വന്നിരിക്കുന്നത്, നിങ്ങളൊരു ആവശ്യവുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് പകലും ഈ നല്ല അപ്പൻ നിങ്ങളുടെ ജീവിതത്തിൽ വിടുതൽ തരും, ഉറപ്പാണ്. നമ്മളിപ്പോൾ പ്രാർത്ഥിക്കാൻ പോവുക. എല്ലാ കണ്ണുകളും അടച്ചാട്ടെ. എത്ര പേരൊരു തീരുമാനമെടുക്കും, ഐ എം ഗോയിങ് ടു ബിക്കം എ ട്രൂ വർഷിപ്പർ ബിക്കോസ് മൈ ഫാദർ ഈസ് സീക്കിംഗ് മീ. എൻ്റെ അപ്പ എന്നെ തേടുക. എൻ്റെ അപ്പ ആരെയാ തേടുന്നതെന്നറിയാവോ? നന്നായിട്ട് വർഷിപ്പ് ലീഡ് ചെയ്യുന്നവനെ അല്ല, നന്നായിട്ട് വർഷിപ്പ് ചെയ്യുന്നവനെ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നവനെ. അപ്പായുടെ എന്തുകൊണ്ടാ? ഞാനൊരു കാര്യം പറയാം, നമ്മൾ ആരാധിക്കുന്നത് അപ്പായിക്കല്ല ഗുണം ചെയ്യുന്നത്, നമുക്കാ ഗുണം ചെയ്യുന്നത്. മുടിയനായ പുത്രൻ ഒറ്റ സെക്കൻഡ്, സുബോധം എന്ന് പറയുന്നത് അപ്പന്റെ വലിപ്പം ഹൃദയത്തിൽ തിരിച്ചറിഞ്ഞതാണ്. അവന്റെ ട്രാക്ക് മാറി. ഗദർദേശത്തിലെ ഭൂതബാധിതൻ ഒറ്റ സെക്കൻഡ് അപ്പനെ ആരാധിച്ചതേ ഉള്ളൂ, ട്രാക്ക് മാറി, മുഴുവൻ കാര്യങ്ങളും മാറി. ഇന്ന് ഞാൻ പറയാം, സെക്കൻഡിൽ കാര്യങ്ങൾ മാറും. സെക്കൻഡിൽ ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡിൽ ഇന്ന് ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചില ഭൂതങ്ങൾ വിട്ടുപോകുകയാണ്, ചില വീടുകളിലെ ഭൂതങ്ങൾ വിട്ടുപോകുകയാണ്. കമോൺ, ഇന്ന് പകലൊരു തീരുമാനമെടുത്ത് ഞാനൊരു ആരാധിക്കുന്നവനായിരിക്കും, ഞാൻ എൻ്റെ അപ്പനെ ആരാധിക്കുന്നവനായിരിക്കും. ഹൃദയത്തിൽ അവനെ ഒന്ന് വായിച്ച്, ഹൃദയം കൊണ്ടൊന്ന് പറഞ്ഞ്, എൻ്റെ അപ്പൻ എല്ലാറ്റിലും വലിയവനാ, എൻ്റെ അപ്പൻ എന്നെ സ്നേഹിക്കുന്നവനാ, എൻ്റെ അപ്പൻ എല്ലാ സാഹചര്യങ്ങളെക്കാളും വലിയവനാ. അപ്പം ഞാൻ പ്രാർത്ഥിക്കുന്നു, ഇന്ന് പകൽ എൻ്റെ കൂടെ ആ തീരുമാനം എടുത്ത് പ്രാർത്ഥിക്കുന്ന ഓരോരുത്തർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതങ്ങളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകട്ടെ. ഇത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിലെ കരിയറിനെ മുടക്കുന്ന ചില പിശാചുണ്ട്. നിങ്ങൾ മേളിലോട്ട് വരാൻ നോക്കുന്നു, പക്ഷെ ഏതോ രീതിയിൽ തടസ്സമാവുന്നു. ഇന്ന് പകല പിശാച് വിട്ടുമാറുക, ഇന്ന് പകല ഭൂതങ്ങൾ വിട്ടുമാറുക. സ്വന്തമായിട്ടൊരു വീട് വേണം ആഗ്രഹിച്ചിട്ട് എങ്ങനെ നോക്കിയിട്ടും എന്തേലും ഒരു തടസ്സത്തിൽ അത് മാറിപ്പോകുന്നു. ഇന്ന് പകല ഭൂതങ്ങൾ വിട്ടുമാറുക. നിന്റെ ജീവിതത്തിൽ കുടുംബ ജീവിതത്തെ പ്രയാസപ്പെടുത്തുന്ന ദുഷ്ടന്റെ സകല പ്രവണതകളും, ദുഷ്ടന്റെ സകല പ്രവർത്തനങ്ങളും ഇന്ന് പകൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിർവീര്യമായിക്കൊണ്ടിരിക്കുക. കമോൺ, അന്യഭാഷയുള്ളവർ അന്യഭാഷയിൽ നിറഞ്ഞ് ആരാധിച്ച് അടുത്ത 2 മിനിറ്റ് എല്ലാവരും അന്യഭാഷയിൽ നിറഞ്ഞ് നിങ്ങളുടെ വീടുകളിൽ ആരാധിച്ച് അപ്പായ്ക്ക് മഹത്വം കൊടുത്തേ, അപ്പായ്ക്ക് നന്ദി പറഞ്ഞ്, അപ്പായെ ഉയർത്തിക്കേ. അപ്പായോട് പറ, അപ്പാ നീ എല്ലാറ്റിലും വലിയവനാ, ആരാധനയ്ക്ക് എൻ്റെ അപ്പൻ യോഗ്യനാ, ആരാധനയ്ക്ക് എൻ്റെ അപ്പൻ മാത്രമേ യോഗ്യമുള്ളൂ. ഹൃദയം കൊണ്ട് ആരാധിച്ച് പ്രിയപ്പെട്ടവരെ, ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ രോഗങ്ങൾ സൗഖ്യമായിക്കൊണ്ടിരിക്കുക,
പൈൽസ് രോഗത്താൽ പ്രയാസപ്പെടുന്ന ആരോ ഒരു വ്യക്തി എന്നെ ശ്രദ്ധിക്കുന്നു. യു ആർ ഗെറ്റിംഗ് ഹീൽഡ് റൈറ്റ് നൗ ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. ഡയബറ്റീസുകൾ, ഷുഗറുകൾ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകുക. ആ ഭൂതം കുറെ ദിവസമായിട്ട് കൂടെ ഉണ്ടല്ലേ, ഇപ്പോൾ ആരാധിക്കുമ്പോൾ അത് വിട്ടുപോകും. ഇപ്പം ആരാധിക്കുമ്പോൾ യേശുവിന്റെ നാമത്തിൽ അത് വിട്ടുമാറുക. ശരീരത്തിലുള്ള എല്ലാ പ്രയാസങ്ങൾ, ശരീരത്തിലുള്ള എല്ലാ ബലഹീനങ്ങൾ, ശരീരത്തിലുള്ള അലർജി കൊണ്ടുവരുന്ന എല്ലാ ദുഷ്ടന്റെ പ്രവണതകളും ഈ നിമിഷം യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറുക, വിട്ടുമാറുക. ഇന്ന് പകൽ ഈ മീറ്റിംഗിൽ ഒരുപക്ഷെ ആദ്യമായിട്ടാണ് നിങ്ങൾ വന്നിരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ ആവശ്യങ്ങൾ എന്ത് തന്നെയാണെങ്കിലും അതിന്റെ പേരിൽ അത്ഭുത വിടുതൽ യേശുവിന്റെ നാമത്തിൽ ഉണ്ടാകുക. ഈ നിമിഷം തന്നെ, ഈ നിമിഷം തന്നെ, ഈ നിമിഷം തന്നെ. ഓ കം ഓൺ, ജോയിൻ വിത്ത് മീ ഇൻ പ്രയർ. എന്തോ ചില വലിയ മാറ്റങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുക. കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് ഇന്ന് പകൽ ആ ദുഷ്ടൻ കെട്ടിവെച്ചിരിക്കുന്ന കെട്ട് ഇന്ന് പകൽ റിലീസ് ആകുക യേശുവിന്റെ നാമത്തിൽ. റിസീവ് യുവർ മിറക്കിൾ, റിസീവ് യുവർ മിറക്കിൾ, റിസീവ് യുവർ മിറക്കിൾ. ഞാൻ അതുപോലെ തന്നെ ഞാൻ കാണുക, വീടുകൾ ലഭിക്കുന്നു, അനേകർക്ക് വീടുകൾ ലഭിക്കുന്നു. നിങ്ങൾക്കൊരു സ്വന്തമായിട്ടൊരു വീടിന് വേണ്ടി നിങ്ങൾ ആഗ്രഹിച്ചിട്ട് അത് നടക്കാതെ ഓരോ തടസ്സങ്ങൾ ഒന്നിനു പുറകെ വരിക. നോ, യു ആർ ഗോയിങ്, നീ വീടല്ല, വീടുകൾ നിനക്കുണ്ടാകും, വീടുകൾ നിനക്കുണ്ടാകും. ഇന്ന് പകൽ ദുഷ്ടന് നിന്നെ പിടിച്ചു വെക്കാൻ പറ്റത്തില്ല, ദുഷ്ടന് നിന്നെ പിടിച്ചു വെക്കാൻ പറ്റത്തില്ല. ഏതാണോ നിന്നെ പ്രയാസപ്പെടുത്തുന്നത്, ഇന്ന് പകൽ ആ പ്രയാസത്തിന് വേണ്ടിയല്ല പ്രാർത്ഥിക്കേണ്ടത്. അപ്പനെ ആരാധിച്ചോ, അപ്പനെ ആരാധിച്ചോ, അന്യഭാഷയിൽ ആരാധിച്ച്, അന്യഭാഷയിൽ ആരാധിച്ച്, ഓ ആത്മാവിലും സത്യത്തിലും ആരാധിച്ച്. ആരാധിക്കുന്ന ഒരുത്തൻ മതി, ഒരുത്തൻ മതി. അവന്റെ കൂടെ ഒരു 10 പേരൂടെ ചേർന്ന ആ പട്ടണത്തിലെങ്ങും ഭൂതം നിൽക്കത്തില്ല, ആ പട്ടണത്തിൽ ദുഷ്ടന്റെ പ്രവണതകൾ നിൽക്കത്തില്ല. ഇന്ന് പകൽ അപ്പ ഞാൻ പ്രാർത്ഥിക്കുക, ഇത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കൂടെ ആരെല്ലാം ഈ സൂമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടോ ആ ഭവനങ്ങളിലെല്ലാം ദൈവിക ശക്തി ഇറങ്ങട്ടെ, അപ്പന്റെ ശക്തി ഇറങ്ങട്ടെ, അപ്പന്റെ അനോയിന്റിങ് ഇറങ്ങട്ടെ, അപ്പന്റെ ചുട്ടിരിക്കുന്ന സാന്നിധ്യം അതിമതിലായി ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇറങ്ങട്ടെ. ഓ ദുഷ്ടൻ വിതച്ചിരിക്കുന്ന മുഴുവൻ നാശത്തിന്റെ കാര്യങ്ങളും ഓ പരിശുദ്ധാത്മാവിന്റെ അഗ്നി ഇന്ന് പകൽ എല്ലാ ഭവനങ്ങളിലും ഭക്ഷിച്ചു കളയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ എല്ലാ വീടുകളെ ചുറ്റി ഒരു അഗ്നി മതിൽ, അഗ്നി കോട്ടയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ മക്കളെ ഒന്നിനും തൊടാൻ സാധിക്കത്തില്ല. യേശുവിന്റെ രക്തത്താൽ ഞാൻ അവരെ മുദ്രയിടുക. അപ്പൊ ഈ പട്ടണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഈ സംസ്ഥാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരു വലിയ മാറ്റം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജനങ്ങളെ അങ്ങ് പ്രൊട്ടക്ട് ചെയ്യണമേ അപ്പ. അനേകരുടെ കണ്ണുനീർ ഉയരുന്നല്ലോ, അനേകർ പ്രയാസത്തിലാണല്ലോ. ഇന്ന് പകൽ ആരാധിക്കുന്ന സമൂഹമായിട്ട് ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുക. ഒരു വിടുതൽ ആവശ്യത്തിന്റെ മേളിലുണ്ടാകട്ടെ, ഒരു വിടുതൽ ആവശ്യത്തിന്റെ മേളിലുണ്ടാകട്ടെ. എല്ലാവരും ഈ സത്യ ദൈവത്തെ തിരിച്ചറിയട്ടെ. ഓ ആരാധിക്കുന്ന ഒരുത്തനിൽ കൂടെ ആ 10 പട്ടണങ്ങളെ നീ കീഴ്പ്പെടുത്തിയെങ്കിൽ ഇന്ന് എന്റെ ശബ്ദം കേട്ട് ആരാധിക്കാൻ തീരുമാനിക്കുന്ന ഓരോരുത്തരെയും നിന്റെ കയ്യിൽ ഒരു ആയുധമായി അങ്ങ് പയൻപഴം ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പ. അനേകരുടെ ജീവിതത്തെ ഇന്ന് നീ സ്പർശിക്കുന്നതിനാൽ സ്തോത്രം. ആ ഹൃദയങ്ങളിലുള്ള ഭാരങ്ങൾ നീങ്ങി മാറുന്നതിനാൽ സ്തോത്രം. ആ സംശയങ്ങൾ ഇന്ന് പകൽ നീങ്ങി മാറുന്നതിനാൽ സ്തോത്രം. വലിയ രൂപാന്തരങ്ങൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വന്നിരിക്കാൻ സ്തോത്രം. I praise you, I praise you, I praise you, I praise you, Appa. I worship you, Appa. Thou art worthy to be worshipped. അങ്ങന്ന് ആരാധിപ്പാൻ യോഗ്യന, അങ്ങന്ന് ആരാധിക്കപ്പെടുവാൻ യോഗ്യന, അങ്ങന്ന് മാത്രമേ ആരാധിക്കപ്പെടുവാൻ യോഗ്യനുള്ളൂ. എല്ലാ മഹത്വവും, എല്ലാ മഹത്വവും, എല്ലാ മഹത്വവും ഞങ്ങൾ അങ്ങേക്ക് കരറ്റുന്നപ്പാ, ഞങ്ങൾ അങ്ങേക്ക് കരറ്റുന്നപ്പാ. എല്ലാ കരങ്ങളും ഉയർത്തി, എല്ലാ കരങ്ങളും ഉയർത്തി, എല്ലാ ആരാധനയും, എല്ലാ സ്തുതിയും, എല്ലാ സ്തോത്രവും അപ്പ ഞങ്ങൾ അങ്ങേക്ക് കരറ്റുന്നു. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവുമെൻ യേശുവിന്. ആമേൻ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവുമെൻ യേശുവിന്. ഈ ആഴ്ച അപ്പ നിന്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എല്ലാ മേഖലയിലും അപ്പന്റെ സാന്നിധ്യം നിന്റെ മക്കളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. എല്ലാരിലും ആ വർഷിപ്പ് ചെയ്യുന്ന സ്പിരിറ്റ് വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പായെ ആരാധിക്കുന്ന, അപ്പായെ ആത്മാവിലും സത്യത്തിലും. കമോൺ, ഇപ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് അത് റിലീസ് ചെയ്യുന്നത് എനിക്കറിയാം. റിസീവ് ഇറ്റ് ഇൻ ദ നെയിം ഓഫ് ജീസസ്.
റിസീവ് ഇറ്റ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഞാൻ ഒരു കാര്യം പറയാം, ഈ ദിവസങ്ങളിൽ ആ വർഷിപ്പ് ചെയ്യുന്ന സ്പിരിറ്റ് ഉള്ളവന്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കും. വർഷിപ്പ് ചെയ്യുന്ന സ്പിരിറ്റ് ഉള്ളവന്റെ ജീവിതത്തിൽ ഇരുന്നെഴുന്നേൽക്കുന്നത് പോലെയുള്ള മാറ്റങ്ങൾ സംഭവിക്കും. നിങ്ങളുടെ വീടുകൾ മലമേൽ പണിത ഒരു പട്ടണം പോലെ ശോഭിക്കും. തണ്ടിന്മേൽ കത്തിച്ച് വിളക്ക് പോലെ ശോഭിക്കും. ഞാൻ പറയുന്നത് എഴുതി വെച്ചോ. ഇഫ് യു ആർ എ ട്രൂ വർഷിപ്പർ, നീ അതിന്റെ മാറ്റം ജീവിതത്തിൽ കാണാൻ പോവുക. നീ ആയിരിക്കുന്ന സ്ഥലം, നീ ആയിരിക്കുന്ന ഓഫീസ്, നീ ആയിരിക്കുന്ന പട്ടണം, നീ ആയിരിക്കുന്ന കോളനി, നീ ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ ഒന്നും ഭൂതത്തിന് നിൽക്കാൻ പറ്റത്തില്ല. ഇന്ന് പകൽ എന്നോട് വീണ്ടും പരിശുദ്ധാത്മാവ് പറയുക, എല്ലാ വീടുകളും ആരാധന കേന്ദ്രങ്ങളായി മാറട്ടെ. ആരാധന കേന്ദ്രങ്ങളായി മാറട്ടെ. ആരാധന ഒരു സ്ഥലത്തല്ല, ആരാധന നിന്റെ ഹൃദയത്തിലായിരിക്കുന്നത്. നിന്റെ ഹൃദയത്തിലെ ആരാധനയെ ഒരു കൊറോണയ്ക്ക് മുടക്കാൻ സാധിക്കത്തില്ല. നിന്റെ ഹൃദയത്തിലെ ആരാധനയെ ഒരു ദുഷ്ടനും മുടക്കാൻ സാധിക്കത്തില്ല. ഇവിടെ നിന്ന് ആരാധന ഉയരുമ്പോൾ ദുഷ്ടൻ പ്രാർത്ഥിക്കും, അയ്യോ എന്നെ വിട്ടേരെ, ഇവിടെ നിന്ന് എനിക്ക് പോണം, എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. ഇന്ന് പകൽ അതുപോലത്തെ അഭിഷേകം ഓരോരുത്തരുടെയും ഉള്ളിൽ ഇറങ്ങുകയാ. റിസീവ് ഇറ്റ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. റിസീവ് ഇറ്റ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. നീ പട്ടണങ്ങളെ കീഴ്മേൽ ഇളക്കാൻ പോവുക. ബ്രദർ, you are going to do ministry in such a way that you are going to make the city upside down. നീ പട്ടണത്തെ കീഴ്മേൽ മറിക്കുന്നത് പോലെയുള്ള ചില ശുശ്രൂഷകൾ നീ ചെയ്യാൻ പോവുക. നിന്റെ നിഴല് തട്ടി രോഗികൾ സൗഖ്യമാകുന്ന അനുഭവങ്ങൾ ഉണ്ടാകാൻ പോവുക. നിന്റെ ജീവിതം അനേകർക്ക് ഒരു അനുഗ്രഹമായി തീരാൻ പോവുക. നിന്റെ വാക്കുകൾ ഒരു കത്തി എത്ര ഷാർപ്പാണോ അതുപോലെ ഷാർപ്പായിട്ട് ദുഷ്ടന്റെ ശക്തികളെ മുറിക്കുന്ന ആയുധമായിട്ട് അപ്പന്റെ കയ്യിൽ പ്രയോജനപ്പെടാൻ പോവുക. കം ഓൺ, റിസീവ് ഇറ്റ്. ഞാൻ ഇതെല്ലാം പ്രവചനമായി പറയുന്നത്. റിസീവ് ഇറ്റ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. നിന്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കാൻ പോവുക. നീ ചിന്തിക്കുക, നീ തന്നെ ഒരു പ്രയാസത്തിലാണല്ലോ, ഞാൻ തന്നെ ബാധിക്കപ്പെട്ട അവസ്ഥയിലാണല്ലോ. ഇല്ല, ലെഹിയോൻ ബാധിച്ചവൻ ആരാധിച്ചപ്പോൾ ഒറ്റ സെക്കൻഡിൽ അവന്റെ ചരിത്രം എങ്ങനെ അപ്പൻ മാറ്റി എഴുതിയോ, ഇന്ന് പകൽ നിന്റെ അവസ്ഥ എന്തായിക്കോട്ടെ, ഇഫ് യു ആർ റെഡി ടു വർഷിപ്പ് ഇൻ സ്പിരിറ്റ് ആൻഡ് ഇൻ ട്രൂത്ത്, നിന്റെ ജീവിതം മാറി മറിയുന്ന പകലായിരിക്കും.